കൊച്ചി സുഖമാണോ ഉദ്ദേശിക്കുന്നത്? പക്ഷെ അതൊക്കെ എന്റെ ഓണം തേഞ്ഞു പടക്കം, ഓണത്തിനുള്ള പടക്കം അത്ര തന്നെ. ഒരു അച്ഛന്റെ മനസ്സിലെ കഥകൾ നീറി പറയുന്ന ഒരു അച്ഛൻ. സൂപ്പർ സൂപ്പർ പടം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല പടം. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, ഇത് ഞാൻ കണ്ട പടം തന്നെയാണോ ഇവര് കണ്ടതെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ കണ്ട ടോക്സിക് തന്നെയാണോ? വേറെ അതെന്തായാലും ഇല്ല, അതെന്തായാലും ഇങ്ങനെ വരത്തില്ല. അത് ഞാൻ കണ്ട സിനിമ എന്താന്ന് വെച്ചാൽ മറ്റേ KGF കണ്ട നമ്മൾ യശിനെ KGF മുമ്പുള്ള യശാക്കി മാറ്റിയ സിനിമയാണ് ടോക്സിക്. ഇത് മോഹൻദാസിനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം എല്ലാവർക്കും പറ്റി. പഴയ ഒരു യശിനെ സ്ക്രീനിനകത്ത് കാണാനായിട്ട് സാധിച്ചു. മനസ്സിലാക്കണം, പുള്ളിക്കാരി ഇതിനകത്ത് ഓവറോൾ കൈയിടുകയായിരുന്ന നമുക്കൊരു ഡബിങ് ആർട്ടിസ്റ്റ് വഴി അറിയാനായിട്ട് സാധിച്ചു. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് പുള്ളിക്കാരി ഡബ് ചെയ്യുന്ന ആൾക്കാരെ മെയിൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ, അതായത് ലേഡി അല്ലേ ഞാൻ പറയുന്നതാണ് മൊത്തം. അങ്ങനെ അല്ല അടിപൊളിയായിട്ട് ജയിച്ചു ഉദ്ദേശിച്ച കാര്യം. മറ്റേതും കൊണ്ട് വന്ന അങ്ങനെ ഓവറോൾ കാര്യങ്ങളെല്ലാം അവിടെ എടുത്ത് വെച്ച് ഒരു പച്ച അവരാതെ യശിനെ കൊണ്ടുവന്ന് പഴയ ഹോട്ടലൊക്കെ ആക്കി വെച്ച് ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടിട്ട്. ഈ സംഭവം ഇവരുടെ ഐഡിയ എന്താണെന്ന് അറിയോ? ഒരു ടോക്സിക് നായകനെ കാണിച്ച് ഒരു ടോക്സിക് സിനിമ എടുത്ത് അത് ഫ്ലോപ്പ് ആവുമെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങളെ ഐഡിയ ഒക്കെ കൊള്ളാം കേട്ടോ. അങ്ങനെ ഒരു ടോക്സിക് നായകന്റെ റേറ്റിംഗ് കുറയ്ക്കുക, അവനെ അങ്ങ് ഇല്ലാതാക്കുക, അവനെ നശിപ്പിക്കുക. ബ്ലാസ്റ്റ് ഒരു പുരുഷനെ ഇല്ലാതാക്കിയത് അവനെ കൊണ്ട് ഇത്രയും ശോകം സാധനം ജയിച്ചത് അന്യായ പരിപാടിയാണ്. ആള് ഇത് കണ്ടിട്ടില്ല. എന്നാൽ നമുക്ക് കുറച്ച് റിയാക്ഷൻ കാണാം, അതിനകത്തുള്ള കുറച്ച് റിയാക്ഷൻ കാണാം. നിങ്ങൾ മെയിൻ കാണിച്ചൊരു പോരായ്മ എന്തെന്നറിയോ? നമ്മൾ ഈ KGF യശിനെ കാണുമ്പോഴത്തേന് അവന്റെ ഇൻട്രോയിലാണ് ആ യശ് ഇരിക്കുന്ന റോക്കിംഗ് സ്റ്റാർ യശ് എന്ന് എഴുതി കാണിക്കുന്നത്. നിങ്ങളെ കൊണ്ടുവന്നിട്ട് അവര് കാണിക്കുന്ന ഫസ്റ്റ് വീഡിയോ ഇല്ലേ, അത് ട്രെയിലർ വന്ന മറ്റേ ശവപ്പറമ്പും കാറ് കുലുങ്ങുന്നതും അടിച്ചു പൊട്ടിക്കുന്നതൊക്കെ, ഇതാണ് യശിന്റെ ഇൻട്രോ. അപ്പൊ സസ്പെൻസ് എവിടെ? സസ്പെൻസ് ഒന്നുമില്ല. സസ്പെൻസ് ഇവന്റെ ഭ്രാന്ത്. അതാ ഇതിനകത്ത് ടീസറിൽ കണ്ട അതേ സാധനം കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സാധനം ശ്മശാനത്തിൽ വെച്ച് കിടക്കുന്ന സീന്, അതാണ് യശിന്റെ ഇൻട്രോ. അവിടെ കുറെ പുകയൊക്കെ മാറിയിട്ട് ഇൻട്രോ അല്ല നമ്മളെ കൈയടിപ്പിക്കണ്ട. അത് ആദ്യമേ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, ഞാനും കിട്ടില്ല. ഇത് ഞാൻ പറയട്ടെ, നിങ്ങൾ എപ്പിസോഡായിട്ട് ഇറക്കിയായിരുന്നു പിന്നെ ആൾക്കാർ ചിലപ്പോൾ കണ്ടിരുന്നു. ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്താൽ മതിയായിരുന്നു, സീരീസ് ആയിട്ട് ഇറക്കിയായിരുന്നു. അത്രയും ഉണ്ട്, 3 മണിക്കൂറും 12-16 മിനിറ്റും ഉണ്ട്. ഒരു സീരീസ് ആയിട്ട് ഹോട്ട്സ്റ്റാർ ഇറക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. ഒരു നല്ല രീതിയിൽ കൊടുത്തായിരുന്നെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ചെയ്തേനായിരുന്നേ. എന്തായാലും നമുക്ക് ഇതിന്റെ 2-3 ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് കാണാൻ കേട്ടോ. പുള്ളിയുടെ ഒരു സ്വാഗ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഡയലോഗ്സ് ഒക്കെ ക്രിഞ്ച് ഡയലോഗ്സ് ആണ്. പിന്നെന്താ, അല്ല കാട്ടവരാതെ പടമായിട്ട് പോയാൽ നല്ല രസമായിട്ട് നന്നായിട്ട് കാണാം കേട്ടോ. അത് സത്യമാണ്. അതായത് നമ്മൾ അപരാധം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് അടിപൊളിയാണ്. സന്തോഷം എന്താണെന്നറിയോ? ഞാൻ ഭയങ്കര സൂര്യ ഫാനാ. കങ്കുവയ്ക്കാ ഞാൻ ഈ സാധനം കേട്ടിട്ടുള്ളത്. അയ്യോ, ഇതിനെ മലത്തിയടിക്കാൻ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇത് ഓവർ എക്സ്പെക്ടേഷൻ. കാരണം അവസാനം KGF അഭിനയിച്ചവൻ നിർത്തിയ യശ് ഉണ്ടല്ലോ, അതിനെ പ്രതീക്ഷിച്ചല്ലേ എല്ലാരും ചെല്ലുന്നത്. ആ സെയിം ലുക്ക് അല്ലേ, മാറ്റമൊന്നുമില്ല. അത് പ്രതീക്ഷിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കാണാൻ അത് നോക്കണം. യശുണ്ട്, യശിന്റെ 3-4 രൂപങ്ങൾ, അതായത് പ്രായം ഭേദമന്യേ ഇങ്ങനെ കാണിച്ച് അങ്ങനെ യശിന് ഇത്രയുള്ളൊരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കിന് അല്ല അത് കേട്ടോ, കുഞ്ഞ് ജനിക്കുക, ഇത്രയുള്ളൊരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേന് ആ കുഞ്ഞിനെ മേടിക്കാനായിട്ട് അച്ഛൻ വരുക. അതായത് ഒരു കാലം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അച്ഛനെ യശ് അങ്ങോട്ട് മേടിക്കാൻ വരുമ്പോഴത്തേനെ അതിന് മുമ്പ് കാണിച്ച യശ് വേറെ നല്ല അടിപൊളി യശ് മേടിക്കാൻ ചെല്ലുമ്പോഴത്തേനെ വിചാരിക്കും അച്ഛൻ്റെ അപ്പം വന്ന് മേടിക്കുന്നു. ഇത്രയുള്ളൊരു കൊച്ചിനെ കാലമൊക്കെ മാറി മുടി വളർത്തി നരയായി ഇത്രയുള്ളൊരു കൊച്ചിനെ മേടിക്കാൻ വരുന്നത്. എന്തൊക്കെയാണോ കാണിച്ചു വെച്ചത് എല്ലാം നിങ്ങളുടെ ഐഡിയ അല്ലേ? അടിപൊളി. ഇനിയും പുറത്ത് വിടരുത് കേട്ടോ. കസബയില് മറ്റേ ഇവിടെ കണ്ട് കയറി പിടിച്ചതിനല്ലേ മമ്മൂട്ടി പിടിച്ച് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടെ യശ് എവിടൊക്കെയാ പിടിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അങ്ങനൊന്നും ഇല്ല കേട്ടോ. അതാ പറഞ്ഞ ഇൻട്രോ, അത് ഇൻട്രോ മാത്രമല്ലേ ഉള്ളു. അതാ പറഞ്ഞത്, അത് ഇൻട്രോയാ. അല്ല 6 പറയുന്നുണ്ട് സെക്സ് പോലും കറക്റ്റ് ആയിട്ട് കാണിച്ചില്ല. അയ്യോ, അത് പുള്ളി അത് കണ്ട അവിടെ കണ്ടിരിക്കാൻ വന്നേ കേട്ടോ. അതെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു വന്നതാ. ഇത് അതേ ഉള്ളു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിലും
ഒരു പെണ്ണിനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ളത് ഈ സിനിമയിൽ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പെണ്ണിന് എങ്ങനെ ശരീരം നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാം, അത് വെച്ച് എങ്ങനെ ഒരു പെണ്ണിന് പൈസ ഉണ്ടാക്കാം കാണിക്കുന്നുണ്ട്. ഒരു പെണ്ണിന് അവളുടെ ശരീരം വിറ്റ് കഴിഞ്ഞ് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നുണ്ട്, എങ്ങനെ വിൽക്കാൻ സാധിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു ശരീരം വെച്ചിട്ട് ഒരു പുരുഷനെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. ഇന്ന് മുതൽ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ അവസാനിപ്പിച്ചു ടോക്സിക് എടുത്ത് കാണുക. ചേച്ചിക്ക് മെസ്സേജ്, ചേച്ചി പുതിയ പടമെല്ലാം ഉണ്ടോ? നോക്കാം. ഇതല്ല ഞാനേ, ഇത് വേറൊരു അണ്ണൻ്റെ അണ്ണനോട്ടോ അടിപൊളിയാ ഇവിടെ കണ്ട. അണ്ണ എങ്ങനെയുണ്ട് പടം? സൂപ്പർ സൂപ്പർ പടം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല പടം എന്നിട്ട്? അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് എല്ലാവർക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ അടുത്തല്ല റിവ്യൂ ചോദിച്ചത്. താങ്കൾ ആരുടെ റിവ്യൂ ചോദിച്ചത്? എന്റെ അടുത്താണ് ചോദിച്ചത്. എനിക്ക് ഡാഡീസ് ഹോം പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഡയറക്ഷൻ അടുത്ത കാലത്തൊന്നും സിനിമ കാണാത്താളാ. ഇല്ലേ, ഇത് ഇടക്കിടക്ക് ഓരോന്ന് വരും. ആറാട്ടണ്ണും അലൻ ജോസും വന്നു കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ അമേസിംഗ് ആയിരുന്നു. അമേസിംഗ് അത് കഴിഞ്ഞാ പിന്നെ ഇദ്ദേഹം നിങ്ങൾ ആരോട് ചോദിച്ച? എന്നോടല്ലേ ചോദിച്ചത്. ഡയറക്ഷൻ ഹോളിവുഡ് ലെവലിൽ സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഡ്രീം ലാൻഡ് അടിയേ ഉള്ളൂ തുടക്കം മുതൽ അവസാനം വരെ. സർട്ടിഫിക്കറ്റിന് അതൊക്കെ ഉണ്ടോ? വയലൻസും ഉണ്ട്, സെക്സ് പരമായിട്ട് ഒരുപാടുണ്ട്. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഫാമിലിക്ക് ഇഷ്ടപ്പെടില്ല, സൂപ്പർ ആയിട്ടുണ്ട്. അടിയുണ്ട്, വെടിയുണ്ട്, സെക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഫാമിലി ഉണ്ടാകാൻ ചിലപ്പോ ഇഷ്ടപ്പെടും. ഫാമിലി ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന്. ഇത് നിങ്ങൾ പറഞ്ഞു വിട്ടാണ് ഇവര് കൊടുത്തിട്ടുണ്ട് പൈസ. ഇപ്രാവശ്യം മാവേലി തമ്പുരാൻ സന്തോഷവാനായിട്ട് തിരിച്ചു പോകും കേരളത്തിൽ വന്നിട്ട്. ടോക്സിക് ഉണ്ടോ? മാവേലി വരുന്നുണ്ട് ഡാഡി സോങ്. മാവേലി മറ്റേ ഇത് വരുമ്പോഴുള്ള ആ ഗതയൊക്കെ എടുത്ത് മാറ്റിട്ട് മറ്റേ മിച്ചം കണ്ണൊക്കെ പിടിച്ചോണ്ട് വരുന്നത്. ഡാഡി സോം കയ്യിൽ എല്ലാവർക്കും മറ്റേ ഓരോ ഗ്രനേഡൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാനായിട്ട് മാവേലി വന്നിട്ട് ടോക്സിക് കണ്ടിട്ട് സന്തോഷവാനായിട്ട് പോകുന്നു. അയ്യോ, ഇത് ഏതോ കിളി പോയ മലയാളം പടമാണെങ്കിലും വേണ്ടില്ല. അതാ മലയാളത്തെ കേൾക്കുന്നത് പച്ച അപരാധങ്ങൾ. ഇതിൽ നല്ല രീതിയിൽ ബാലരമയിലും കളിക്കൊടുക്കലും ഡയലോഗ് എഴുതും. ഇത് അതുപോലും ഇല്ല. സൂപ്പർ ഡയലോഗ്, അടിപൊളി. അതിനെ കറച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. ഒരല്പമെങ്കിലും അതിന്റെ അത്രയും നിന്നായിരുന്നെങ്കിൽ ഒരു ആൾക്കാർ നല്ലത് പറഞ്ഞാണ്. ഇത് അതിന്റെ അടുത്ത് പോലും എത്തുന്നില്ലാത്തതുകൊണ്ട് ഇത്രയധികം നെഗറ്റിവിറ്റി ഉള്ള ഒരു കാര്യത്തെ എന്നിട്ട് ഇതൊന്നുമല്ല, ഈ പടം ഷൂട്ട് ചെയ്തിട്ട് യശിന് സംതൃപ്തമല്ലെന്നും പറഞ്ഞിട്ട് ഏതൊക്കെയോ ഭാഗങ്ങൾ റീഷൂട്ട് ചെയ്തിട്ടൊക്കെ ഇറക്കിയതാ. അയ്യോ, അപ്പം യശ് മാക്സിമം ഇത് നല്ലതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും പറ്റത്തില്ല. ഡേറ്റ് കൊടുത്തും പോയി. ഇത്രയും റിവ്യൂവും വന്ന് ഗീതു അങ്ങനത്തെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ഓസ്കാർ ലെവലിൽ വരെ 45 ലക്ഷം രൂപയുടെ ഒരു സിനിമ എത്തിച്ച എനിക്ക് ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാനും അത് സക്സസ് ആക്കാനൊന്നും ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നിട്ടും എന്നെ വിശ്വസിച്ച് യശ് വന്നു. അതാണ് യശ് എന്ന് ഇപ്പൊ മനസ്സിലായോ? ഇനി അടുത്ത പടം മലയാളത്തിൽ ചെയ്യും അല്ലേ? ഇനി കാണാം ആരാ അഭിനയിക്കുന്ന. മമ്മൂട്ടിയെ തന്നെ വിളിക്കണം. മമ്മൂട്ടി വരിക്കാറോ ഇനി? സന്തോഷവും പിന്നെ എനർജി ആയിട്ട് പോകും പുള്ളി. നാടകീയത വരണം. അതിന്റെ ഒരു പ്രശ്നം മലയാളത്തിന്റെ ഡബിങ് വരുമ്പോഴത്തേക്കും നാടകീയത വരുന്നത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ എന്നുള്ള ഇടത്തിൽപ്പെടുത്താൻ മനസ്സിലായി. സൈക്കോളജിക്കൽ ആണെന്ന് നമുക്ക് അവസാനമാണ് നമുക്ക് മനസ്സിലാകും. സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. പറയൂ, അതിന് സൈക്കോളജി ആണ് നിങ്ങൾ കണ്ടപ്പോ അവന് ഭ്രാന്താന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല. അവസാനം അറിയുന്നത് അവന് ഭ്രാന്താന്നുള്ളത്. സൈക്കോളജി അതല്ലല്ലോ. സൈക്കോളജി ഇവര് കണ്ട പടം എന്തോ ഞാൻ കണ്ട പടം തന്നെയല്ലേ സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ. അതിനകത്ത് എവിടെ ത്രില്ലർ എന്ന് പറയുന്നത് എന്തെവിടെ ഇരിക്കും? ത്രില്ലർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മളെ നോക്കിയിരിക്കണം. അങ്ങനെ ഒരു പീക്ക് സാധനം ഇതിനകത്ത് ഇല്ല. ഈ കാട്ടവരാതം തീരാൻ വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്തത്. ഞാൻ എത്ര വട്ടം ഫോൺ എടുത്ത് നോക്കിയോ 8 മണി ആയതേ ഉള്ളൂ, ഇനിയും കിടക്കുന്നു. 8:30 നോക്കി, 9 മണിക്ക് നോക്കി. ഒരു ത്രില്ലർ കാണുമ്പോഴത്തേക്കും നമ്മുടെ സമയം നോക്കത്തില്ല. അയ്യോ പെട്ടെന്ന് തീർന്നു പോയോ എന്ന് വിചാരിക്കത്തുള്ളൂ. ആ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചപ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു ഈ പടമൊന്ന്. ത്രില്ലർ പോലും അവസാനം അവന് നട്ടപ്രാന്താന്ന്. അതാണ് ഇതിന്റെ സൈക്കോളജി അല്ലേ. പഴയ ഒരു സാധനം ഉണ്ടല്ലോ, പഴയ കോമഡിയിലൊക്കെ എഴുതുന്നുണ്ട്. വലിയൊരു ത്രില്ലർ മൂവി സ്റ്റോറി എഴുതിയിട്ട് ഏറ്റവും ലാസ്റ്റ് ദാമു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി
ആ കഥ അങ്ങനെ അവസാനിപ്പിക്കാം. ഇത് അങ്ങനെ അവസാനിപ്പിച്ചാൽ ഇതിന് സത്യം പറഞ്ഞാൽ ഇവർ നീട്ടിക്കൊണ്ട് പോയിട്ട് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് എവിടെയെങ്കിലും കൊണ്ട് മുട്ടിക്കണ്ടേ. അവസാനം നോക്കിയപ്പോൾ ഇത്രയും തെമ്മാടിത്തരം കാണിച്ചാൽ യവന് ഭ്രാന്താണ്. അതങ്ങ് നമുക്ക് തീർത്ത് അവസാനം കൊണ്ടങ്ങ് വെക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന വ്യക്തി ഇവർ ഈ സിനിമയിൽ കാണിക്കുന്നത് ലോക ഫ്രോഡ്, പെണ്ണുപിടിയൻ, കള്ള്, കഞ്ചാവ്, കൊലപാതകി, ക്രൂരൻ, മറ്റേ റിപ്പർ എന്നൊക്കെ പറയത്തില്ലേ, ഭ്രാന്തൻ, റിപ്പർ എന്നൊക്കെ പറയത്തില്ലേ. പിന്നെ പെണ്ണുപിടി എന്ന് വെച്ചാൽ സകലമാന കൈ കിട്ടുന്ന ആൾക്കാരെ അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് ആൾക്കാരെ കണ്ണി കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്പോഴേ കൊണ്ടുപോവുക. ഇതാ സെറ്റപ്പ്. ഇവനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് ഗീതു മോഹൻദാസ് സിനിമയിൽ കൊണ്ടുവരുന്നത്. പാർട്ട് 2-ന് വേണ്ടിയിട്ട് ഒരു മോനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ അവസാനം ഒന്നും എഴുതി കാണിച്ചിട്ടില്ല. അത് യക്ഷി പറഞ്ഞാണ്. ഇതോടെ ഇവിടെ അവസാനം വെച്ചാണോ അത്. എന്റെ പേരിനെയും തിരിച്ചു കിട്ടണമെങ്കിൽ നേരെ അവന്റെ അടുത്ത് അണ്ണാ KGF 3-ക്ക് വല്ല ചാൻസ് ഉണ്ടോ? താടി മുടിയും പഠിക്കാൻ പറ്റില്ല. താടി പഠിച്ചാൽ തീർന്നു കേട്ടോ. താടി പഠിച്ച സനി ബംഗാളി കണക്ക് പ്രസാദ കണക്ക് പോകുന്ന ആ ഒരു പിന്നെ നാടകീയ ഡയലോഗാണ് മലയാളത്തിലോട്ട് വരുമ്പോഴത്തേക്കും അത് തിയേറ്ററിൽ ഓഡിയൻസ് ഒരു അച്ഛന്റെ മനസ്സിലെ കഥകൾ നീറിപ്പകയുന്ന ഒരു അച്ഛൻ. അതാണ് ഇവനെ ആ സിനിമയിൽ എടുത്താൽ കൊള്ളരുന്നില്ലേ? നീറിപ്പായിന്ന് അച്ഛനോ? എവിടെന്നാ കണ്ടത് മോനെ? നീറിപ്പായിന്ന് അച്ഛനോ? അച്ഛൻ ഇതിനകത്ത് അച്ഛൻ എന്ന് പറഞ്ഞ യശ് സ്വന്തം മകനെ കാറിനകത്ത് കയറ്റിയിട്ട് കാറ് ലോക്ക് ചെയ്തിട്ട് വെള്ളത്തിനകത്തോട്ട് തെള്ളിയിട്ട് കൊല്ലും സ്വന്തം മകനെ. നീറിപ്പായിന്ന് അച്ഛൻ. എന്നിട്ട് മേള ചെയ്തിട്ട് കുപ്പി മുക്കി വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. യാഷി സിനിമയിൽ കാണാൻ പറ്റുന്നത് ഇതേപോലെ ഒരു അച്ഛന്റെ രോദനം. ദൈവന്റെ രോദനമായിട്ട് തോന്നുന്നു. അച്ഛൻ്റെ അവിടെ രോദനത്തിനകത്ത് ദൈവമേ മോനെ കൊല്ലി അതും പറയാൻ പറ്റുന്നു. ഞാൻ ഇത്രയേ ഉള്ള ഒരാളാണ് ഈ സിനിമയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന നടൻ. ഇതിനെയാണ് ഹീറോ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ സിനിമ ആയതുകൊണ്ട് ആരും ജീവിതത്തിലൊക്കെ അനുകരിക്കേണ്ട. പക്ഷെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ അയാളുടെ സൈഡിൽ വേണ്ടേ. അയാളുടെ നന്മ എന്താണെന്ന് ഒറ്റ കാര്യം കാണിക്കുന്നറിയോ? സർക്കസിലുള്ളൊരു പെണ്ണുണ്ട്, അവളുമായിട്ട് റിലേഷൻഷിപ്പിലാവുമ്പോഴത്തേക്കിന് അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി നല്ലതാണെന്ന്. എന്നാൽ ഈ സർക്കസിലുള്ള പെണ്ണുമായിട്ട് ലൈൻ ആകുമ്പോഴത്തേക്കും ഓൾറെഡി കല്യാണം കഴിഞ്ഞൊരു ഭാര്യയുണ്ട്. അപ്പോഴാണ് ഇത് വരുന്നത്. ഇത് അങ്ങനെ ഒരു സാധനം. അടുത്ത ഓസ്കാർ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് പ്രഖ്യാപിക്കുന്നത് പുതിയൊരു അവാർഡ് എന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കും യാഷിന് അതൊന്നും എനിക്കറിയില്ല. എന്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നോ 100% എന്റെ എക്സ്പെക്ടേഷൻ നീതി പുലർത്തി. കാരണം കാട്ടാവരാതെ എക്സ്പെക്ട് ചെയ്തൊന്ന് കാട്ടാവരാത്തിന്റെ മേലെ നിൽക്കുന്ന തങ്ങുവ ഇതും തമ്മിൽ ഇതാണ് ബാറ്റിലായിരിക്കുന്നത്, മത്സരമായിരിക്കും ഏതാണ് ഏറ്റവും കാട്ടാവരാഗത്തിന്റെ. അപ്പം നീ എന്തിനാ സൂര്യനെ കങ്കുവ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും. ബാക്കി ഈ 3.25 മണിക്കൂർ സിനിമയില് ഇത്രത്തോളം ആക്ഷൻ ഉണ്ടായിട്ടും ഒരു ഹൈ മൊമെന്റ്സ് കൂടെ തന്നിട്ടില്ല. എന്നുവെച്ചാൽ ഒരു നാടകം. ഇപ്പം സന്തോഷ് പണ്ഡിത്തിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, തീപ്പട്ടി വരച്ചാ തീ വരച്ചാ തീപ്പട്ടി കിട്ടും. ആ സെറ്റപ്പ് ഉള്ള ഡയലോഗ് പ്രസന്റേഷൻ. ഡയലോഗ് എഴുതിയവനെ കയ്യിൽ കിട്ടണം. എന്താ പോ ഇങ്ങനെയൊക്കെ ഡയലോഗ് എഴുതി സംഭവങ്ങളൊക്കെ ഉണ്ടോ? സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഒരു ഫെമിനിസ്റ്റ് ആണ് ഡയറക്ടർ. ഇതേ ഫെമിനിസ്റ്റ് ഡയറക്ടർ തന്നെയാണ് മറ്റേ മൂത്തോനെ എടുത്തതല്ല, കസബ വിവാദം ഉണ്ടായിരുന്നു. കസബയല്ല സീൻ ഡിമാൻഡ് ചെയ്യണ ഒരു സീന് മമ്മൂക്ക ചെയ്തപ്പോ ഇതേ ഡയറക്ടർ തന്നെയാണോ എന്ന് പറഞ്ഞു മറ്റേ പാർവതി തിരുവോത്തിനെ കൊളുത്തി വിട്ടത്. എന്താണ് പാർവതിക്ക് പടവില്ല, ഇവര് തിരിച്ചു പാർവതി ഇപ്പൊ നല്ല രീതിയിലില്ലേ, നല്ല നടി, അഭിനയം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കേറി കൊളുത്തി നല്ല നായകന്മാരോടൊക്കെ വന്നത്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പണിവാളി വീട്ടിയിരിക്കാം. അത് മനസ്സിലായ കാര്യം എനിക്ക്. അങ്ങനെ ഇതിപ്പോ എന്തോ പറഞ്ഞത് സ്ത്രീവിരുദ്ധത ഉണ്ട്. ഈ സിനിമ മൊത്തം സ്ത്രീവിരുദ്ധതേ ഉള്ളൂ. പെണ്ണുങ്ങളെ കാഴ്ചവസ്തുക്കളൊക്കെയാണ് ഈ സിനിമയിൽ വെച്ചിരിക്കുന്നത്. നായകൻ എന്തോ ഒരു ഹീറോ ആണോ അതോ നെഗറ്റീവ് റോളാണ് കാണിച്ചിരിക്കുന്നത്? നായകൻ നെഗറ്റീവ് റോളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പൊ KGF-ന് ശേഷം യശിനെ പോലൊരു നടനെ കിട്ടുമ്പോ അത് ഈ ലെവലില് ഒരു ദുരുപയോഗം ചെയ്യുന്നത് ഭയങ്കര തികച്ച. അപ്പൊ യാഷിന്റെ പോയി യാഷ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. അയ്യോ യശിനെ കൊണ്ടുവന്ന് അവൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഇത്രയും ഫെയിമിൽ നിന്ന് എന്നെ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. എനിക്ക് യശ് കഥ കേട്ടില്ലായിരുന്നു. അപ്പം എന്ത് സംഭവം നടന്നെന്തോ
തോക്കെടുക്കുന്നു, വെടിവെക്കുന്നു. യേശു അപ്പോഴേ പഴയ മറ്റേ തരിപ്പിലിരിക്കുവായിരുന്നു. മറ്റേ ആ സാധനമൊക്കെ മനസ്സിൽ കയറി ഇതുകൊണ്ട് മറ്റേ സിഗരറ്റൊക്കെ ഉണ്ട് മറ്റേ വണ്ണമുള്ള, അതൊക്കെ വെച്ച് കടിച്ച് എന്തോ അല്ല അത് തന്നെ, അതൊക്കെ വെച്ച് വലിച്ച് മറ്റേ താടി സെറ്റപ്പ്. മീശയ്ക്ക് ഈ വീര്യം കൂട്ടാൻ വേണ്ടിട്ട് ഇവര് മീശക്കകത്ത് യശിനൊരു ക്രീം തേച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്രീമൊക്കെ ഇങ്ങനെ പറ്റി മീശ ഇരിക്കുന്നത് ഈ ഭയങ്കര അടുത്തൊക്കെ കാണിക്കും. ഇവന്റെ താടി മീശ അടുത്ത് ക്ലോസപ്പ് കാണിക്കും. നമ്മൾ വിചാരിക്കും മൂക്കള വന്ന് വീണ് യശിനിരിക്കുവന്ന്. അങ്ങനെയാണ് കാണുന്നത്. ഇവരെ എന്നിട്ട് മറ്റേ താടി മുടിയൊക്കെ വളർത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് തിരിയുന്നുണ്ട്. അപ്പൊ ഈ പുതിയ സിനിമയിൽ രാവണനല്ലേ ആ ഫീൽഡിലൊക്കെ വന്ന്, അതായത് യശ് ഇങ്ങനെ പടം മുറുകും തോറും യശ് അങ്ങ് ക്രിമിനലാവുക. ക്രിമിനലായി അങ്ങ് പ്രായമായി മുത്തച്ഛനാകുമ്പോഴത്തേന് യശ് അങ്ങ് കൊടും ക്രിമിനലായി. അവസാനം ഭ്രാന്തനായ ഇനി അവന് ചെയ്യാനൊന്നുമില്ല ഈ ലോകത്ത്. ഈ നാട്ടിലൊന്നും ചെയ്യാനില്ല, കിട്ടാനുള്ള പെണ്ണുങ്ങളെല്ലാം കിട്ടി, ഇനി കിട്ടാൻ ആരുമില്ല. ആ അവസ്ഥയിലൊക്കെ വന്ന് ആ ഒരു രീതിയിൽ വന്ന് ഈ സാധനം അങ്ങ് അവസാനിപ്പിച്ച് അത്രേ ഉള്ളു. ഇപ്പൊ യശിന്റെ ഒരു മാനസികാവസ്ഥ ഒന്നല്ല ചോദിക്കേ. അവരെ നാട്ടിൽ നിന്ന് മിക്കവാറും സെലിബ്രേറ്റ് ചെയ്യപ്പെടും. നമുക്കിടയിലോട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഒരു ആക്ഷൻ കാണിക്കണമെങ്കിൽ അവിടെ കാര്യം എന്തോന്ന് മനസ്സിലാവും. ആ ഒരു റൊമാൻസ് കാണുമ്പോഴത്തേന് റൊമാൻസ് ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം. ഒരു സിനിമ കാണുമ്പോഴത്തേന് അതൊരു കഥയുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ള പഴയ തെലുങ്ക് പടത്തിലുണ്ടല്ലോ നീ ഇവിടെ നോക്കുന്നുണ്ടോ ആ സെറ്റപ്പ് ആണല്ലേ. ആ സിനിമ അങ്ങനൊക്കെ തന്നെ കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ. അങ്ങനൊക്കെ തന്നെ ഓരോ കഥ ഇങ്ങനെ ഓരോ സീൻ ബൈ സീൻ അങ്ങനൊക്കെ തന്നെ ആ ഒരു ഡയലോഗുകളാ. നയൻതാരയൊക്കെ വന്നു നിന്നിട്ട്, നയൻതാരയാണ് യശിന്റെ ചേച്ചി, കാട്ട കലിപ്പ്. നയൻതാരയൊക്കെ വന്ന് നിന്ന് നയൻതാരയുടെ ചെറുപ്പം കാണിക്കും. എന്തൊക്കെയാണോ എന്തോ. നയൻതാര ക്യാരക്ടേഴ്സിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഡയറക്ടേഴ്സിനെയോ അല്ല ക്യാരക്ടേഴ്സിനെയോ? നയൻതാര ഞാൻ പറയട്ടെ, ഇതിനകത്ത് ക്യാരക്ടർ എന്ന് പറയാൻ കുറെ പെണ്ണുങ്ങളാ. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് അഭിനയിച്ചവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റേ മലയാളത്തിൽ നിന്ന് പോയ സുദേവ് നല്ല അടിപൊളി നടൻ, നല്ലോണം ഡയലോഗ് പറയാൻ അറിയാം. അയാളൊരു കൊന്നത്തെങ്ങ് കണക്ക് യശിന്റെ പുറകെ ഉണ്ടായിരുന്നു സിനിമ തീരുന്ന നമ്പർ. 2 ഡയലോഗ് കണ്ടേ ഉള്ളു. എന്തോ ജസ്റ്റ് ഫക്ക് ഓഫ് അങ്ങനെ കണ്ടിട്ട് പറഞ്ഞു പറയുന്നു. പിന്നെ എന്തോ ഒരു ചെറിയ സാധനം പറഞ്ഞു, അതോടുകൂടി അതേ ഉള്ളു. 3 മണിക്കൂറും 16 മിനിറ്റും ഉള്ള സിനിമയിൽ ആ 2 ഡയലോഗ് 10 സെക്കൻഡ് പോലും കാണത്തില്ല. എന്നിട്ട് മൊത്തം ഉണ്ട്. ഇത് എന്നിട്ട് ഈ സിനിമയിൽ ഇത്രയും പെണ്ണുങ്ങളുമായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ ഒരു കല്യാണം കഴിക്കും യശ്. അടുത്ത കല്യാണം കഴിക്കുന്നത് യശിനെ കൊല്ലാനായിട്ട് ബെൽറ്റ് ബോംബും കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണിനെ യശ് ബെൽറ്റ് ബോംബ് വലിച്ചെറിച്ച് കളയുന്നു. അപ്പോഴത്തേന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പടത്തിൽ ആക്ഷൻ ഉണ്ടോ? അതേ ഉള്ളു. തുടക്കം മുതൽ ഒടുക്കം പഞ്ച് ഡയലോഗുകളുണ്ടോ? 5 ഡയലോഗുകൾ ഞാൻ മലയാളത്തിൽ കണ്ടപ്പോഴത്തേന് എനിക്ക് എന്റെ കളി കൊടുക്കണൊക്കെ തോന്നി. ഉണ്ട എന്നൊക്കെ പറയുന്നത്, ആ ഉണ്ട എന്നൊക്കെ അങ്ങനെയൊക്കെ ഡയലോഗുകളുണ്ടോ? ഡയലോഗ് കുറവാ. ഇത് ഫുള്ള് ആക്ഷൻ. വലിയ നടന്മാരും നടിമാരും ഉണ്ടോ? വലിയ നടൻ വലിയ ആഷ്, നയൻതാര. അപ്പൊ പിന്നെ അവര് നീതി പുലർത്തിയില്ലേ? ഇത്ര രണ്ടേ ഉള്ളു. ബാക്കി ഇഷ്ടക്കണക്കിന് പെണ്ണുങ്ങളാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് അത് ഇത് ഒക്കെ ആയിട്ട് ഇഷ്ടക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. സ്ത്രീകളെ അവഹേളിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട്. എവിടുന്നൊക്കെയാ വരുന്നത്, ആരൊക്കെയാ കൊല്ലുന്നത്, കുറെ ഫോറിനേഴ്സ് ഉണ്ട്. എല്ലാത്തിന്റെയൊക്കെ മുഖം ഏതാണ്ടൊക്കെ ഒരേ കണക്കൊക്കെ ഇരിക്കുക. അവനെ കൊന്നിട്ട് ഞാൻ വിചാരിക്കും അവനാണല്ലോ ചത്തത്, പിന്നെ എന്തോ അവൻ അതിലെ കൂടെ വരുന്നത്. എനിക്കൊരു ഗീതു മോഹൻദാസ് ഭ്രാന്തായി അവനെ എടുത്തിട്ട് ഇത് ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ ആയി കാണും ഇത് ആരൊക്കെയാണ്. ഒരു 4 ലിങ്ക് എന്റെ ഫോണിൽ വന്നപ്പോൾ ഞാൻ തന്നെ വിട്ട് ഗീതു മോഹൻ ആലോചിച്ചൊക്കെ അതിനകത്ത് എങ്ങനെ വരും. കൊല്ലാൻ വേണ്ടി ഒരു 1500 പേര് ഉണ്ടായിരുന്നു, മരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പേരുണ്ടായിരുന്നു. അവിടെ വരെ പോകണ്ടായിരുന്നു. ഇവിടെ തന്നെ നല്ല ഇത്രയും ബഡ്ജറ്റ് ഒന്നും എടുക്കണ്ടായിരുന്നു. മനുഷ്യനെ കൂടെ തകർത്ത്. ഇനി രാവണൻ വന്നു കഴിഞ്ഞാൽ അറിയാം രക്ഷപ്പെടുകയില്ല. രാവണനകത്തും ഫുൾ റോള് അങ്ങനൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ചെറിയൊരു ഭാഗം. ഇവൻ അറ്റൻഡ് രൺബീറിന്റെ കഥയല്ലേ, ചെറിയൊരു ഭാഗം മാത്രമേ അതിനകത്തുള്ളൂ. അതോടുകൂടി യശ് നേരെ KGF 3 വന്ന കാറ്റ് പിടിക്കാൻ ഞാൻ തിരിച്ചു വരണം. അതേപോലൊക്കെ വന്ന് അതേ പറ്റൂ. താടി പഠിച്ചാ പോയി. താടി പഠിച്ച് പക്ഷെ ഇവനകത്ത് കമ്മിറ്റ് എടുത്തിട്ടുണ്ടോ? താടി പഠിച്ച് വണ്ണം കുറച്ച് പ്രായം നല്ല ഏജിൽ കുറവ് കാണിക്കുന്നുണ്ട്. അതൊക്കെ ബുദ്ധിമുട്ടായി കാണണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഇച്ചിരി പയ്യെ കണ്ടാൽ മതിയായിരുന്നു. പഴയ ഭീകരതയൊക്കെ നഷ്ടപ്പെട്ടു, പൂക്കി കണക്കായി പോയി. ഇപ്പൊ എന്താ പ്ലക്കി എന്നൊക്കെ പറയുന്നത്, പ്ലക്കി ഞാൻ 6:30 ഷോയ്ക്ക് ഞാൻ പോയത്. എന്റെ അമ്മു 5:30 അലാറം വെച്ച് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി 6:30. തിരുവോണമല്ലേ കുളിക്കാൻ. പിന്നെ കിട്ടിക്കണം, നാളെ മുതൽ കിട്ടും. ഇന്നിപ്പോ ഒരു ഹൈപ്പ് കാണുമല്ലോ, നാളെ മുതൽ ടിക്കറ്റ് സൂപ്പർ ആയിരിക്കും. അപ്പുറത്തുകാരെയൊക്കെ വിളിച്ചോ പോവാന്ന് പറയും. വില കുറക്കും, ടിക്കറ്റിന് വില കൂടെ കുറച്ച് ചിലപ്പോൾ കുറച്ചുകൂടെ ഓടി പോകുമായിരിക്കും. അത്രേ ഉള്ളൂ.
അപ്പം കാണാത്തൊരു പോയി കാണുക കേട്ടോ എന്തായാലും. ഇത്രയും കഴിഞ്ഞിട്ടും അല്ല എന്റെ കയ്യിൽ നിന്നും പോയി, നിന്റെ കയ്യിൽ നിന്നും പോണം, പോയിട്ട് പാപ്പം ഹാപ്പി ഓണം.